വലിയ ആത്മാവുണ്ട്. ഇവിടെ ആത്മാവുണ്ടെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. ആ ആത്മാവിനെ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം നമുക്ക് അതിനെ പോയി കാണാം. അപ്പം നമ്മൾ അയാളെ കാണിക്കുന്നതിന് മുമ്പ് അയാളെ അവിടെയാണ് കുഴിച്ചിട്ടത്. നമുക്ക് അയാളെ പോയി കാണാം. ഗായ്സ്, ഇവിടാണ് അതിനെ കുടിച്ചിട്ടത്. നമ്മുടെ വലിയ ശബ്ദം ഉണ്ടാക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇത്രയും ചെറുപ്പം പറയുന്നത്. ഗായ്സ്, ഇത് ഭയങ്കര ഭയാനകമാണ്. ഇനി ഇതുപോലെ തന്നെ പേടിപ്പെടുത്തുന്ന വേറൊരു സ്ഥലവും കാണിച്ചു തരാം. മറ്റൊരു സ്ഥലം ഇതാണ് ഗായ്സ്. ആ കാണുന്ന വീട്ടിലാണ് ആ പ്രേതം താമസിച്ചിരുന്നത്. ക്ലിയർ ആവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഏരിയയിലാണ് നിൽക്കുന്നത് ഗായ്സ്. ഈ ഏരിയയിലോട്ട് വരുമ്പോൾ ഭയങ്കര നെഗറ്റീവ് എനർജിയാണ്. വളരെ ഭയാനകമായ ഒരു ദൃശ്യമാണ്. ഗായ്സ്, ഇവിടെ കുറുക്കനൊക്കെ ഓരയിടുന്നുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ. ഗായ്സ്, ഇവിടെ എന്താണ് ശബ്ദമൊക്കെ കേൾക്കുന്നത്. ഗായ്സ്, അപ്പോൾ നമുക്ക് വെളിയിലോട്ട് പോവാം. ഗായ്സ്, നമ്മൾ വളരെ അധികം പേടിച്ചിട്ടാണെങ്കിലും ആ വീടിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഈ വീട് കണ്ടാൽ തന്നെ നമുക്ക് ഭയാനകമാകുന്നുണ്ട്. ഗായ്സ്, ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. പുതുക്കി ആ വീടിനകത്തേക്ക് കയറി നോക്കാം. ഒരു പഴയ കസേര, ഇരുട്ടായോണ്ട് കാണാൻ പറ്റുന്നില്ല. നമ്മുടെ പുറയിലുണ്ട് ഗായ്സ്. അപ്പൊ നമുക്ക് അതിന്റെ ഗായ്സ് ഇത്രയോ ഗായ്സ്. ഞങ്ങളിങ്ങനെ നടന്ന് പേടിച്ച് ഞങ്ങളിങ്ങനെ ഓടുകയാണ് ഗായ്സ്. ഇതാണ് ആ പഴയ വീട്ടിലെ കിണർ. ഗായ്സ്, വളരെയധികം ഭയാനകമായാണ്. അപ്പം അതിൻ്റെ വീട് നമ്മൾ നേരത്തെ കാണിച്ചപ്പോൾ ക്ലിയർ ആയല്ലോ. ഒന്നും കൂടെ കാണിച്ച് ക്ലിയർ ആക്കി തരാം. ഗായ്സ്, ഇതാണ് നേരത്തെ കാണിച്ച വീട്. ഇപ്പോൾ കുറച്ച് ശബ്ദം കുറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. എന്നാലും ഇവിടെ കയറുമ്പോഴേ നെഗറ്റീവ് എനർജിയാണ് മൊത്തത്തിൽ. പല്ലി ഗായ്സ്, പല്ലിയൊക്കെ ഇതൊരു വലിയ ചൂല്. ഗായ്സ്, ഒരു പഴയ കസേര, ഒരു ചാക്കിലെന്തോ ഇരിപ്പുണ്ട്. മാത്രമല്ല ഇതുപോലെ സാധനം, പിന്നെ കഥവ്. ആ കഥവിനകത്ത് എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ പോവാണ്. പിന്നെ ഇവിടെ ഈ ഒരു പോഷൻ വളരെയധികം ഭയാനകപ്പെടുത്തിയാണ്. ഈ സ്ഥലത്ത് കിടന്നാണ് അവർ മരിച്ചതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഗായ്സ്, ആരോ വരുന്നതായിട്ട് തോന്നുന്നു. അയ്യോ, ഓടിക്കോ. ഈ കുഴിയിൽ വീണിട്ടാണ് അദ്ദേഹം ചത്തത്. ആരോ തെള്ളിയിട്ട് കൊന്നതാണ്. അയാളെ കൊല്ലാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെ രാത്രി പ്രേതമായിട്ട് ഇറങ്ങുന്നതെന്ന് എനിക്കറിയാൻ പറ്റിയത്.